Hi friends, welcome to Neethas Tasteland. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നാടൻ രീതിയിൽ മത്തി വറ്റിച്ചത്. മത്തി എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, ഇവിടെയൊക്കെ ചാള എന്ന് പറയും. എല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്. പിന്നെ നമ്മൾ ഫിഷ് റെസിപ്പീസ് വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് മത്തി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ്. നാടൻ രീതിയിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു റെസിപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മത്തി തന്നെ തിരഞ്ഞെടുത്തത്. നമുക്കിപ്പോ അയലയാണെങ്കിലും അതുപോലെ തന്നെ കുറച്ച് വലിയ മീനുകളാണെങ്കിലും ഇതുപോലെ ചെയ്യാം. അപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മത്തി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഒരു 4-5 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് പുളിയൊക്കെ പിടിച്ച് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇല്ല നമ്മൾ കുറച്ച് കനമുള്ള മീനുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലേക്ക് പുളി പിടിച്ചു വരാൻ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ട് അടുത്ത ദിവസം യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് നാളെയാണ് കറി ഉപയോഗിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് തന്നെ കറി റെഡിയാക്കി വെക്കുക. ആ ഒരു കാര്യം മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ ചെറിയ മീനുകൾ നമ്മൾ ഈ രീതിയിൽ ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല, ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, എനിക്കത് അറിയില്ല കേട്ടോ. എന്താന്ന് വെച്ചാൽ ഈ മത്തി പോലെയുള്ള ആ ഒരു വലിപ്പമൊക്കെയുള്ള മീനുകളാണ് നമ്മൾ ഇതുപോലെ വറ്റിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുള്ളത്. വറ്റിച്ചു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് ഉള്ളി പൊളിച്ച് ബുദ്ധിമുട്ടണം. ഉള്ളി പൊളിച്ച് ബുദ്ധിമുട്ടണം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഉള്ളി ചേർത്താലേ നമ്മുടെ മത്തി വറ്റിച്ചതിന് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമ്മൾ സവാള ചേർക്കുകയാണെങ്കിൽ ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നാടൻ രീതിയിൽ വയ്ക്കുമ്പോൾ നമ്മൾ ഉള്ളി തന്നെ ചേർക്കുക പരമാവധി. അതുപോലെ തന്നെ കുടംപുളിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇവിടെ എല്ലാ മീൻകറിയിലും കുടംപുളിയാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ തെക്കോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വാളൻപുളിയാണ് ചില മീൻകറികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കറിയിൽ കുടംപുളി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അതുപോലെ തന്നെ പുളി ഉപ്പും ഒക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് തന്നെ ആഡ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന പുളി വ്യത്യാസം ഉണ്ടാവും. ആ പുളിക്ക് വ്യത്യാസം ഉണ്ടാവും. നല്ല പുളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയ പീസ് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കറിക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവും. മോശം പുളിയാണെങ്കിൽ കൂടുതൽ പുളി ഉപയോഗിച്ചാലും കറി കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മളെപ്പോഴും വാങ്ങിക്കുമ്പോൾ കുടംപുളി വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പുളി തന്നെ വാങ്ങിക്കാൻ നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് പൈസയും കുറച്ചേ ചിലവാകുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കറി നന്നായിരിക്കും. പൈസയും കുറച്ച് ചിലവാകുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഇപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചു വരുന്ന കുട്ടികൾക്കാണെങ്കിൽ നല്ല പുളി എങ്ങനെയാണ് മോശം പുളി എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുടംപുളി എന്ന് പറയുന്നത് തന്നെ നമ്മൾ കൂടുതൽ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ കുടംപുളിക്ക് വില കൂടുതലാണ്. ആ കൂടുതൽ വില കൊടുത്തിട്ട് നമ്മൾ മോശം സാധനം വാങ്ങിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി മോശമാക്കി കളയുന്നതിനേക്കാൾ നല്ലത് നല്ല ക്വാളിറ്റിയുള്ള കുടംപുളി തന്നെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ക്വാളിറ്റി ഉള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ എല്ലാ റെസിപ്പികൾക്കും അതുപോലെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വളരെ ഈസി ആയിട്ടുള്ള മത്തി വറ്റിച്ചത് റെഡിയാക്കാൻ നോക്കാം. നമുക്ക് നമ്മുടെ മത്തി വറ്റിച്ചത് അല്ലെങ്കിൽ ചാള വറ്റിച്ചതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചാള നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം കഴുകി ക്ലീൻ ചെയ്തെടുക്കുക. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാളയിലേക്ക് വേഗം തന്നെ ഉപ്പും പുളിയും എല്ലാം പിടിച്ചോളും. അതുകൊണ്ടാണ് ഇതുപോലെ വരഞ്ഞു വയ്ക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കുടംപുളിയാണ്. ഒരു വലിയ പീസ് കുടംപുളിയും ഒരു ചെറിയ പീസ് കുടംപുളി എടുത്തിട്ടുണ്ട്. ഞാനപ്പോൾ ചാള ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുടംപുളി നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണം. ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിയും ആ പുളിവെള്ളവും ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കറിയിൽ വേഗം പുളി പിടിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് പുളി യൂസ് ചെയ്താൽ മതി കറി ഉണ്ടാക്കുമ്പോൾ. കൂടുതൽ പുളി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിപ്പോൾ 1/2 കിലോ ചാളയ്ക്കാണ് ഞാൻ ഈ 2 പീസ് പുളി എടുത്തിരിക്കുന്നത്. അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ചതച്ച് ചേർക്കുന്നതിനായിട്ട് 20 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും നമ്മൾ ചതച്ച് ചേർക്കും. പച്ചമുളക് നമ്മളൊന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് ചേർക്കുക, ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ചേർക്കുക. അതുപോലെ തന്നെ ധാരാളമായിട്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് വെളിച്ചെണ്ണയും ഉപ്പുമാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഈ ഉള്ളിയും ഇഞ്ചിയും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് ചേർക്കുന്നതിനേക്കാൾ ഈ ഒരു കറിയിൽ ടേസ്റ്റ് വരുന്നത് ഇത് ചതച്ച് ചേർക്കുമ്പോൾ തന്നെയാണ്. ചതയ്ക്കാൻ ഇപ്പോൾ കല്ലില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നമ്മുടെ നാടൻ കറികളിൽ ചതച്ച് ചേർക്കുമ്പോഴാണ്. അതുപോലെ തന്നെ ഉള്ളിക്ക് പകരമായിട്ട് സവാള ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു നിവൃത്തി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സവാള യൂസ് ചെയ്യുക.
ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ചാള ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ചട്ടിയിലേക്ക് തന്നെ നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഇപ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. ബാക്കി കുറച്ച് കറിവേപ്പില നമ്മൾ അവസാനമേ ചേർക്കുള്ളൂ. അതുപോലെ തന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവനുസരിച്ച് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് ആക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളി ചേർക്കാം. ഈ ഒരു കറി തന്നെ നമുക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ചാള തിളപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് വിനാഗിരി ചേർത്തിട്ട് ചെയ്യും. 2 രീതിയിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണിത്. വിനാഗിരി ചേർത്തിട്ടും ചെയ്യും, കുടംപുളി ചേർത്തിട്ടും ചെയ്യും. ഇതിലേക്ക് നമ്മൾ കുടംപുളിയും പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളവും ചേർക്കുക. ഈ കറിയിൽ പിന്നെ കൂടുതൽ വെള്ളം ചേർക്കരുത്. കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി വ്യത്യാസം വരും. അല്ലാതെ ലൂസായിട്ടുള്ള ഗ്രേവി ആയിപ്പോവും. പക്ഷെ കൂടുതൽ ലൂസായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ മീനിൻ്റെ ലെവലിൽ തന്നെ വെള്ളം നിൽക്കണം. അപ്പോൾ മീൻ കുക്കായി വരുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയി വരും. ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് കറി തിളച്ച് തുടങ്ങുമ്പോൾ മാത്രം ഫ്ലെയിം കുറയ്ക്കുക. കറി തിളച്ച് തുടങ്ങുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. ഇപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഫ്ലെയിം കുറച്ചതിന് ശേഷം നമുക്ക് ഈ ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടി ചുറ്റിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മീൻ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കില്ല. അപ്പോൾ ഞാൻ ആദ്യമേ ഇളക്കിയത് വെള്ളം ചേർത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുന്നേ ആണ്. ഫ്ലെയിം ഓൺ ചെയ്ത് കഴിയുമ്പോൾ മീൻ കുക്കായി തുടങ്ങും. മീൻ കുക്കായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇനി ചട്ടി ചുറ്റിച്ചു കൊടുക്കുകയുള്ളൂ, ഇളക്കി കൊടുക്കില്ല എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ചട്ടി ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. അതിനുശേഷം 1/4 ഭാഗം നമ്മുടെ മീനൊന്ന് കുക്കായി കഴിയുമ്പോൾ ഉപ്പും പുളിയും എരിവും എല്ലാം ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ ഒരു ചെറിയ പീസ് കുടംപുളി കഴുകിയിട്ടാൽ മതി. അതുപോലെ തന്നെ എരിവ് കുറവാണെങ്കിൽ 2 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ അളവുകൾ പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ പുളിയോ മുളക് പൊടിയോ ചേർക്കുന്നില്ല. ഉപ്പ് മാത്രമേ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുള്ളൂ. പിന്നെ ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി വറ്റിച്ചത് നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. മീനൊക്കെ നന്നായി കുക്കായി. ഇതിൽ ഞാൻ കുറച്ച് മുന്നേ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇതിൽ പിന്നെ നമ്മൾ സാധാരണ മറ്റുള്ള മീൻ കറികളിൽ ചെയ്യുന്ന പോലെ ഉലുവയോ ഉലുവപ്പൊടിയോ കടുകോ ഒന്നും ചേർക്കില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മീൻ കറികളിൽ നമ്മൾ ഉലുവപ്പൊടി ചേർക്കുള്ളൂ. അതുപോലെ തന്നെ ചില മീൻ കറികളിൽ ഉലുവ ചേർക്കുള്ളൂ. ഈ മത്തി വറ്റിച്ചത് പോലെയുള്ള കറികളിൽ നമ്മൾ ഉലുവയും ഉലുവപ്പൊടിയും ഒന്നും ചേർക്കില്ല. ഇതിൻ്റെ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുവിധം കുറുകിയിരിക്കുന്ന ഗ്രേവി, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവി അല്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യും. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇനി ചേർക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, അതുപോലെ തന്നെ എല്ലാ കറി റെസിപ്പീസിലും ചെയ്യുന്ന പോലെ കുറച്ച് വെളിച്ചെണ്ണ. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ചേർത്തതാണ്. ഇപ്പോൾ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമ്മളിത് അടച്ചു വയ്ക്കും. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് സമയം ആ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ടേസ്റ്റും ഫ്ലേവറും എല്ലാം നമ്മുടെ കറിയിലേക്ക് മിക്സ് ആയി വരണം. അതിനുശേഷം ഒന്ന് ചൂട് കുറഞ്ഞു വരുമ്പോൾ നമുക്ക് കറി യൂസ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടോടുകൂടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ മീനിലേക്ക് കറക്റ്റായിട്ട് ആ എരിവും ഉപ്പും പുളിയും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. നല്ല ചൂടല്ലേ. ചൂട് കുറഞ്ഞതിന് ശേഷമാണ് ഇതുപോലെയുള്ള കറികൾ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ മത്തി ഇപ്പോൾ നമുക്ക് എന്നും അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫിഷ് തന്നെയാണ്. അപ്പോൾ എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മത്തി വാങ്ങിക്കുക. ഇതുപോലെ തന്നെ മത്തി വറ്റിക്കുക. ചോറിൻ്റെ കൂടെ ചേർത്തിട്ട്, ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയോ കപ്പയുടെ കൂടെയോ ഒക്കെ ചേർത്തിട്ട് കഴിക്കുക. കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.
നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും.